സുഹൃത്തുക്കളെ, ഹയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 10 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ട്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ, അതുപോലെ ലാൻഡ്, സ്ക്വയർ ഫീറ്റ്, ബെഡ്റൂം എല്ലാം നമുക്ക് ഒന്ന് വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം. ഇത് വരുന്നത് 10 വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ട് ആണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചേക്ക്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തേക്ക്. നിങ്ങളിൽ നിന്നൊക്കെ ഒരു ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ടൈമിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പൊ അതുകൊണ്ട് മറക്കാതെ ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് നമ്മുടെ പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി എന്ന് പറയുന്നത് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 12 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്ന ഒരു വില്ല പ്രോജക്റ്റ് ബാവപ്പടിയിൽ, പുക്കാട്ടുപടി ബാവപ്പടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഉള്ളത്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ, പ്രകൃതി രമണീയമായിട്ടുള്ള ലൊക്കേഷൻ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടാ ഇതാണ് ലൊക്കേഷൻ. ഇവിടേക്കുള്ള വഴി സൗകര്യം തന്നെ നമുക്ക് ഏകദേശം ഒരു 4 മീറ്ററോളം വരുന്ന ഇന്റേണൽ റോഡൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാൾ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഈ കാണുന്ന എലിവേഷനിൽ നമുക്ക് കോമൺ കിണറാണ് വരുന്നത്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമമില്ല. അതുപോലെ കോമ്പൗണ്ട് വാളൊക്കെ നല്ല മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക്, ഈ ഒരു യൂണിറ്റിൽ നമുക്ക് 4 വില്ലകളാണ് വരുന്നത്. ഇതിന്റെ തൊട്ട് ചേർന്ന് തന്നെ നമുക്ക്, ഈ ഒരു പ്രോജക്റ്റിനോട് ചേർന്ന് തന്നെ നമുക്ക് വേറെ വില്ലകൾ ഉണ്ട്. അപ്പൊ മൊത്തം ടോട്ടൽ വരുന്നത് 10 വില്ലകളാണ്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വില്ലകളാണ് ഈ കാണുന്നത്. നല്ല എലിവേഷനിലും പല ഡിസൈനിങ്ങിലാണ് വരുന്നത്. ഈ ഒരു മോഡലല്ല ഈ കാണുന്നത്. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു വാഹനം സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുണ്ട്. വലിയൊരു വാഹനം സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഇന്ന് ഈ ഒരു വില്ലയിൽ നമുക്ക് ഈ ഒരു വില്ല നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ. അപ്പൊ നമുക്ക് സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്പേസിന് നോക്കി നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് അത്യാവശ്യം ഫ്രണ്ടേജ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഏകദേശം 2 മീറ്ററോളം വരുന്ന സൗകര്യം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആണ് നമുക്ക് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചെറിയ പ്ലാന്റ്സുകളൊക്കെ നടാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെയായിട്ടാണ് ചെറിയ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു 3 ചെയർ ഇടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിലാണെങ്കിൽ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മെയിൻ ഡോർ വരുന്നത് മഹാഗണിയാണ്. നല്ലൊരു ഡോർ ഇവിടെ ഡോർസ് ഒക്കെ എടുത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിവിടെയായിട്ടാണ് ലിവിംഗ് ഏരിയ വരുന്നത്. ലിവിംഗ് ഏരിയ ആണെങ്കിലും നമുക്ക് ഒരുപാട് സ്പേസ്, നമുക്ക് ഈ ഒരു ലിവിംഗ് വീടിന് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് 3.5 സെന്റ് സ്ഥലമാണ്. 1750ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 1750ഓളം സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 3 ബെഡ്റൂം. ആദ്യത്തെ ബെഡ്റൂം നമുക്ക് താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അതുപോലെ ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അത് ഇവിടെയായിട്ടാണ് ഡൈനിങ് ഏരിയയിലും നമുക്കൊരു ചെറിയ ഡൈനിങ് ഇടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് കിച്ചൺ വരുന്നുണ്ട്. ചെറിയൊരു കിച്ചൺ തന്നെയാണ്, എന്നാലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ നമുക്ക് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസിന്റെ ഒരു കൗണ്ടർ വരുന്നത്. ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്താണെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വൈഡ് വിൻഡോ വരുന്നുണ്ട്. കണ്ട 3 പാളി വരുന്ന വൈഡ് വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ സ്റ്റെയറിന്റെ ചേർന്ന് തന്നെ നമുക്ക് വിൻഡോയും വരുന്നുണ്ട്. അപ്പം നാച്ചുറൽ ലൈറ്റ് അവിടെ നിന്ന് കിട്ടാവുന്ന രീതിയിലാണ് ആ 2 വിൻഡോയും നമുക്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. താഴെ ഒരു ബെഡ്റൂം, വലിയ വിശാലമായിട്ടുള്ള ബെഡ്റൂം, ഏകദേശം 10-11 സൈസോളം വരുന്ന ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ഇവിടെ വൈറ്റ് വിൻഡോ ഇവിടെ വരുന്നുണ്ട്. 2 ഒറ്റപ്പാളികളുള്ള വിൻഡോ ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ അറ്റാച്ച്ഡ് ആണ്. കേട്ടോ, ഇതാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. കൺസീൽഡോട് കൂടിയിട്ടുള്ള ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അതുപോലെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറയുടെ ആണ്. അതുപോലെ തന്നെ വാൾ ടൈലുകളാണെങ്കിൽ നമുക്കൊരു ബ്ലൂ കളറിലാണ് ആ ഒരു ടൈൽ വരുന്നത്. അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലുകൾ വരുന്നുണ്ട്. താഴെ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെട്രിഫൈഡ് ടൈലുകളാണ് താഴെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. 2-4 സൈസോളം വരുന്ന ടൈലുകൾ. അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ള മേളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നാലോ. കിച്ചണിലേക്ക് കിടക്കാവാ. ഇത് ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. അപ്പൊ അപ്പർ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 3 പാളികളുള്ള വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ എൽ ഷേപ്പിലാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റിൽ തന്നെയാണ്. ഇവിടെ സിങ്കിന്റെ സ്ഥാനം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ പണിതിട്ടുള്ള വർക്ക് ഏരിയ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ള സൗകര്യം ഓണർ സ്പേസ് കൊടുത്തിട്ടുണ്ട്.
സ്റ്റെയർ കേസ് കയറി വന്നാലും ഹാൻഡ് റെയിൽ മരത്തിൽ തന്നെയാണ്, സ്റ്റീലില് മരത്തിന്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലോറിലാണെങ്കിലും ടൈലുകൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 5 പർഗോളകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നാച്ചുറൽ ആയിട്ട് മേളിലേക്കും കിട്ടാവുന്ന രീതിയിൽ പർഗോളകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്കൊരു ലിവിംഗ് ഏരിയ വരുന്നത്. ലിവിംഗ് ഏരിയ കൂടാതെ തന്നെ നമുക്കൊരു TV ഏരിയയും നമുക്കിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്, പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് TV ഏരിയ വരുന്നത്, TV യൂണിറ്റ് വരുന്നത്. 2 ഒറ്റപ്പാളികളുള്ള വിൻഡോ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് നല്ല നോട്ടം കിട്ടാവുന്ന രീതിയിലാണ് ഈ 2 വിൻഡോയും വരുന്നത്. അതുപോലെ തന്നെ തുറന്നിട്ടാലും നല്ല കാറ്റ് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അതുപോലെ നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ 3 പാളികളുള്ള വിൻഡോ വരുന്നുണ്ട്. അപ്പൊ ഇത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു വീടിന് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്, ബെഡ്റൂം ആണെങ്കിൽ ഇതൊരു 10x10 സൈസോളം വരുന്ന ബെഡ്റൂം ആണ്. ഇവിടെ 3 പാളികളുള്ള വിൻഡോ വരുന്നുണ്ട്. ഇവിടെ 2 ഒറ്റ പാളികളുള്ള വിൻഡോ ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടത്, അത് കൺസീൽഡ് ഫിറ്റിംഗ്സ് തന്നെയാണ്. സെറ ബ്രാൻഡിന്റെ തന്നെയാണ് ഇതിന്റെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുള്ളതും. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇത് 2ാമത്തെ ബെഡ്റൂം. അപ്പൊ 3 ബെഡ്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടോ, ഇതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അത് 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. അതുപോലെ സ്വിച്ചസ് എല്ലാം വരുന്നത് വീഗാർഡിന്റെ ആണ്, വയറിങ്ങും. അതുപോലെ അത്യാവശ്യം സൗകര്യം ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓപ്പൺ ടെറസിലേക്ക് ഇടാനുള്ള ഒരു ഡോറ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി മേളിൽ നമുക്ക് ഷീറ്റ് ഇടണമെങ്കിൽ ഇടാം. അത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് കിട്ടും. മേളിൽ അലക്കി വിരിച്ചിടാനുള്ള സൗകര്യവും എല്ലാം കൊണ്ടും നല്ല മനോഹരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണെന്നറിയാമോ? ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് എടുക്കണ്ടേ. ബാൽക്കണിയിലേക്ക് കയറുമ്പോ ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത്. അത്യാവശ്യം 3 ചെയറിടാവുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ്. അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വില്ലയാണ്. ഈ ഒരു 10 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിൽ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ 4 വില്ലകളും അതിനോട് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള വില്ലകളും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഒരു വില്ല സെയിൽ ആയതാണ്. ഇത് നമ്മുടെ ഇൻഫോ പാർക്ക് ബേസ് ചെയ്താൽ നമുക്ക് എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള ആക്സസ് ഉള്ള ഏരിയ ആണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്നത് 3.5 സെന്റ് സ്ഥലം, 1750ഓളം സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, താഴെ ഒരു ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, യൂട്ടിലിറ്റി ഏരിയ, ഹാള്, കിച്ചൺ വർക്ക് ഏരിയ, എല്ലാ സൗകര്യങ്ങളും കൂടി ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 69 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ വിളിച്ചു. നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാവുന്ന ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഏതെങ്കിലും ടൈമിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടല്ല.